അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ പറമ്പിൽ നിന്ന് ഒരു വിളവെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മുടെ കയ്യിൽ ഒരു ലാഡറും ഒരു ചാക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നേരെ നമ്മൾ നമ്മുടെ പറമ്പിലെത്തി. ഇപ്പോൾ കുരുമുളകിൻ്റെ സീസണാണ്. എല്ലാ കുരുമുളകും മൂത്ത് കറക്റ്റ് പരുവായി നിൽക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ കുരുമുളക് പറിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. നമ്മളിവിടെ കൂടുതൽ നമ്മുടെ പറമ്പിൽ കുരുമുളക് പടർത്തി വിടാൻ വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ശീമക്കൊന്നയിലാട്ടോ. ശീമക്കൊന്നയിൽ, അതുപോലെ വട്ട, പ്ലാവ്, ആനിലി അങ്ങനെയുള്ള മരങ്ങളിലൊക്കെയാണ് നമ്മൾ പടർത്തി വിട്ടേക്കുന്നത്. നമ്മുടെ ഈ കുരുമുളക് കറക്റ്റ് പാകമായോ എന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ തിരി നിന്ന് ഇതുപോലൊരു മണി എടുത്ത് ഇങ്ങനെ നെക്കി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാതെ നല്ല ടൈറ്റായിട്ട് കല്ല് പോലെ ഇരിക്കുകയാണെങ്കിൽ അത് മൂത്തു എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള കുരുമുളകുകളെല്ലാം നമ്മളിന്ന് പറിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ കുരുമുളക് പറിച്ചെടുക്കുന്നതിന് വേണ്ടി ഇതുപോലൊരു ചാക്ക് എടുത്ത് അതിലൊരു ചൂടിക്കയറ് പാകി അതിനുശേഷം നമ്മുടെ ഇതുപോലെ അരയെ കെട്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് പറിക്കാൻ ലാഡറിൽ കയറുന്നത്. പല ആൾക്കാരും പലയിടത്തും പല രീതിയിലാണ് മുണ്ടും തുണികളൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ കെട്ടിയിട്ടിട്ടാണ് പറിച്ച് ഇടുന്നത്. നമ്മൾ കാലങ്ങളായിട്ട് ഇതുപോലെ ഒരു ചാക്കിൽ കയറ് പാകി അത് അരയെ കെട്ടി ഇതുപോലെ നമ്മൾ ലാഡറിൻ്റെ മേളിൽ കയറി കുരുമുളക് പറിച്ച് ആ ചാക്കിലേക്ക് ആക്കുകയാണ് കേട്ടോ പതിവ്. പിന്നെ ഈ കുരുമുളക് പറിച്ചെടുക്കണേലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിൻ്റെ തിരി പിടിച്ച് നമ്മൾ വലിച്ച് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടൊക്കെ പൊട്ടി പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോ തിരിയുടെയും നെടുപ്പിൽ ഇതുപോലെ നുള്ളി പറിച്ചെടുക്കണ കേട്ടോ ഏറ്റവും ഉചിതം. അങ്ങനെ നമ്മുടെ കുരുമുളകെല്ലാം നുള്ളി പറിച്ച് എടുക്കുന്നതാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. പിന്നെ ഇതുപോലെ പറിച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലും നഖത്തിലൊക്കെ നല്ല രീതിയിലുള്ള കുരുമുളകിൻ്റെ കറിയും ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ അത്യാവശ്യം വിളവെടുത്തിട്ടുള്ള കുരുമുളകുകളെല്ലാം പിന്നെ നേരെ വീട്ടിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് നമ്മൾ ഇന്ന് പറിച്ച കുരുമുളക് നാളെ നമ്മൾ മെതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെതിച്ച് എടുക്കുന്ന ഒരു വീഡിയോ, മെതിച്ച് കഴിഞ്ഞത് ഉണങ്ങണ എങ്ങനെയാണെന്നുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം പുറകെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം.